ഭൂട്ടാൻ കാർ കടത്തലുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ നംഖോറിൽ ദുൽഖർ സൽമാന്റെ വാഹനം കണ്ടെത്തി കസ്റ്റംസ്. കൊച്ചിയിലെ ബന്ധുവിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് കർണാടക രജിസ്ട്രേഷനിലുള്ള നിസാൻ പട്രോൾ കാർ കണ്ടെത്തിയത്. റാഫി കരീമാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. റാഫി, ഗുഡ് ഈവനിംഗ്. കഴിഞ്ഞ ദിവസം ദുൽഖർ സൽമാൻ കോടതിയെ സമീപിച്ചിരുന്നു. എല്ലാ തരം നിയമ നടപടികൾക്കുള്ളിലും നിന്നാണ് താൻ വാഹനങ്ങൾ വാങ്ങിയിട്ടുള്ളത്. എല്ലാ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട രേഖകളുണ്ട്. ഇതൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ബന്ധുവിന്റെ ഫ്ളാറ്റിൽ നിന്നാണല്ലോ വാഹനം കണ്ടെത്തിയിരിക്കുന്നത്. വിവരങ്ങൾ. തീർച്ചയായും വെണ്ണലയിലുള്ള ബന്ധുവിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള നിസാൻ പെട്രോൾ വാഹനം ഇപ്പോൾ കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ ദുൽഖർ സൽമാന്റെ എളംകുളത്തെ വീട്ടിലും ഒപ്പം തന്നെ പനമ്പള്ളി നഗറിലെ ഗ്യാരേജിലും കസ്റ്റംസ് പരിശോധന നടത്തിയപ്പോൾ ലാൻഡ് റോവറിന്റെ ഡിഫൻഡർ വാഹനമാണ് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നത്. ഇത് തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വാഹനമാണ്. എന്നാൽ പെട്രോൾ വാഹനം അന്ന് കസ്റ്റംസിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ദുൽഖർ സൽമാന്റെ ബന്ധുവിന്റെ ഫ്ളാറ്റിന്റെ കാർ പാർക്കിങ്ങിൽ നിന്ന് കസ്റ്റംസിന് കർണാടക രജിസ്ട്രേഷനിലുള്ള നിസാൻ പെട്രോൾ വാഹനം കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. KA01 MV9663 ഇതാണ് വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ. നിലവിൽ ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലാണ് ഈ വാഹനമുള്ളത്. ഹിമാചൽ പ്രദേശ് സ്വദേശിയിൽ നിന്നാണ് ദുൽഖർ സൽമാൻ ഈ വാഹനം വാങ്ങിയത് എന്നുള്ളതാണ് നിലവിൽ നൽകിയിരിക്കുന്ന വിവരം. ഇത് കസ്റ്റംസിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭൂട്ടാനിൽ നിന്ന് നിയമവിരുദ്ധമായി കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങളുടെ നിലയിൽപ്പെട്ടതാണ്. 150ഓളം വാഹനങ്ങൾ കേരളത്തിലേക്ക് എത്തിയതിൽ പ്രധാനപ്പെട്ട ഒരു വാഹനമാണ് ഈ നിസാൻ പെട്രോൾ എന്നുള്ളതാണ് കസ്റ്റംസ് പറയുന്നത്. നേരത്തെ വാഹനത്തിന് വേണ്ടി പരിശോധനകൾ നടത്തിയിരുന്നു. ഇപ്പോഴും കസ്റ്റംസിന്റെ പരിശോധന ഈ ഫ്ളാറ്റിൽ തുടരുകയാണ്. എന്തായാലും ചുവന്ന നിറത്തിലുള്ള ദുൽഖർ നിലവിൽ ഉപയോഗിക്കാത്ത ഒരു വാഹനമാണ് ഇപ്പോൾ കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ വാഹനം കസ്റ്റംസ് അല്പസമയത്തിനകം സീസ് ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ദുൽഖറിന്റെ 2 വാഹനങ്ങൾ നിരീക്ഷണത്തിലുണ്ട് എന്നുള്ള വിവരം കസ്റ്റംസ് നൽകിയിരുന്നു. ഒന്നിലധികം വാഹനങ്ങൾ ഈ ഡീലറിൽ നിന്ന് ദുൽഖർ സൽമാൻ വാങ്ങിയതിന്റെ വിവരങ്ങൾ കസ്റ്റംസിന്റെ പക്കലുണ്ടായിരുന്നു. എഞ്ചിൻ നമ്പറും ചേസ് നമ്പറും അടക്കമാണ് കസ്റ്റംസിന്റെ പക്കലുണ്ടായിരുന്ന വിവരങ്ങൾ. അതിൽ നേരത്തെ ലാൻഡ് റോവറിന്റെ ഡിഫൻഡർ വാഹനം, അതൊരു വിന്റേജ് വാഹനമാണ്. ആ വാഹനം കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ഭൂട്ടാൻ കാർ കടത്തിൽ നിർണായക തെളിവുകൾ ശേഖരിച്ച് കസ്റ്റംസ്. കാറുടമ മാഹിൻ അൻസാരിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നികുതി വെട്ടിപ്പിന്റെയും രേഖകൾ വ്യാജമായി നിർമ്മിച്ചതിന്റെയും തെളിവുകൾ ലഭിച്ചത്. ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ഇടനില സംഘത്തിനായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. റെയ്ഡിന് പോലീസ് സഹായം തേടിയിരിക്കുകയാണ് കസ്റ്റംസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.